മാർക്ക് കണ്ടവർക്കറിയാം ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അത്രയും വയലന്റ് ഒരു ചിത്രത്തിന് നമുക്ക് ഇയാളൊരു എന്താണ് ആക്ഷൻ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന അർത്ഥത്തിലേക്ക് തോന്നിയ ചിത്രമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര ഇച്ചിരി കൂടെ ലവിങ് ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെയായിരുന്നു. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പൊ അതിനു മുമ്പ് ഈ മാളികപ്പുറവും മേപ്പടിയാനൊക്കെ ഫാമിലി ചിത്രങ്ങൾ ചെയ്തൊരു നടനുമാണ്. അപ്പം പിന്നീട് ഒരു പീക്കിന്ന് പിന്നീട് ആ ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്ര അതാണ്. ബ്രദർ ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത സിനിമ ഷൂട്ടിംഗ് ആസ് പെർ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ്സ് ബേബിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോയുടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റാക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല, അതങ്ങനെ ആയി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നി ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സെഡ് ആൻഡ് ഗുഡ്. പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ്. ദാറ്റ് ഈസ് സജീവും പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്ട് ആവുന്ന കഥകൾ ഇപ്പോൾ വൈവി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അവർക്ക് 2 പേർക്കും ഉണ്ടാവുന്ന മെൻ്റൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, ഫാമിലീസിന് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു സബ്ജക്റ്റാണ് ഗെറ്റ്സ് ബേബി. ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽഡ് സിനിമ ലുക്സ് വെരി എൻഗേജിങ്, കളർഫുൾ. കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് ബേബി ആയിരിക്കും.